എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ഡ്രാഫ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ നമ്മുടെ അപകടങ്ങളെ ഒഴിവാക്കാൻ എങ്ങനെ ശ്രമിക്കാം എന്നതിനെക്കുറിച്ചൊരു വിശകലനമാണ്. നമുക്കറിയാം, സ്റ്റേറ്റ്സിൽ ഫയർ ആൻഡ് റെസ്ക്യൂസ് എന്ന ഒരു സേനയുണ്ട്. അവരുടെ സേവനം നമുക്ക് പല ഭാഗത്തും ഉപയോഗിക്കാൻ സാധിക്കും, പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല. പ്രധാനമായും നമുക്ക് ചെയ്യാമെന്നുള്ളത് കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇങ്ങേറ്റം പാറശാല വരയ്ക്കും ഒത്തിരി പഴയ കെട്ടിടങ്ങളുണ്ട്. ഒത്തിരി കാലാവധി കഴിഞ്ഞ കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമില്ലാതെ നിലനിർത്തിയിരിക്കുന്ന കെട്ടിടങ്ങളുണ്ട്. അത് കൂടുതൽ നാൾ അങ്ങനെ നിർത്തുന്നത് അത്ര സുരക്ഷിതമല്ല. അതായത് അങ്ങനെയുള്ള കെട്ടിടങ്ങളിലെ പ്രധാനമായി നമ്മുടെ ഈ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സേന അവരുടെ ഏരിയകളിൽ ഇങ്ങനെയുള്ള കെട്ടിടങ്ങളെ കണ്ടെത്തുകയും അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ച് അതിനെ പൊളിച്ചു മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കെട്ടിടം നിലനിർത്തിയാൽ ആൾക്കാർ എന്തെങ്കിലും ആവശ്യം അതിൻ്റെ ഉള്ളിൽ പോകും, അവിടുത്തെ സൗകര്യം ഉപയോഗിച്ചെന്ന് വരും. ഇല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ അതിൻ്റെ വല്ല ഗോഡൗണിൽ എന്തെങ്കിലും ഗോഡൗണായോ മറ്റു പലതായിട്ട് ഉപയോഗിക്കും. എപ്പോഴാണ് അത് നിലം പതിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഒരിക്കലും അതിൽ ഉദാസീനത ഉണ്ടാകരുത്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. ഇനി അത് ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെയുള്ളൊരു അർജൻറ്റായിട്ടുള്ള തീരുമാനം എടുക്കുക. രണ്ടാമതായി, ഒത്തിരി പണിതീർന്ന കെട്ടിടങ്ങൾ നമ്മുടെ സ്റ്റേറ്റ്സിലുണ്ട്. എന്നാൽ അത് പ്രവർത്തനരഹിതമായി തന്നെ നിലകൊള്ളുന്നു. അതിൻ്റെ പ്രധാന കാരണം അതിനുള്ള കറണ്ടും വെള്ളവും ഇതുവരെയായി ലഭ്യമല്ല. ഇതാണ് പ്രധാന കാരണം. കറണ്ടോ ആവശ്യത്തിന് വെള്ളമില്ലാതെ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഏറ്റവും തമാശ എന്ന് പറയുന്നത് ഈ കറണ്ടും വെള്ളവും ഇതിൻ്റെ എല്ലാം ഓണേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെയാണ്. ഇവിടെ സംഭവിക്കുന്നത് ഇലക്ട്രിസിറ്റിയും വാട്ടർ അതോറിറ്റിയും പല അതോറിറ്റിയും പരസ്പരം മത്സരമാണ്. ഇലക്ട്രിസിറ്റി കണക്ഷൻ ചെന്ന് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിക്കാർക്ക് എന്തെങ്കിലും പെൻഡിങ് എമൗണ്ട് കാണും. അതുകൊണ്ട് അവരവിടെ ഫയലുകൾ മാറ്റിവയ്ക്കും. വാട്ടർ കണക്ഷന് അവർക്കും കാണും. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഗവൺമെൻറ് കൊടുക്കേണ്ട ക്യാഷാണ്. ഗവൺമെൻറ്റായ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇതെല്ലാം ഓൺഡ് ബൈ ഗവൺമെൻറ്റാണ്. പക്ഷേ ഇവർ തമ്മിൽ മത്സരിക്കുന്ന കാണുമ്പോൾ ഇത് ഒരു ബന്ധവുമില്ല. അവരങ്ങോട്ടൊരു സെപ്പറേറ്റ് ബോഡി ഒരു വേറെ രീതിയിലാണ് നമ്മുടെ ഈ പബ്ലിക്കിനെ കാണുന്നത് പോലെയാണ് ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് ചെല്ലുമ്പോൾ ഗവൺമെൻറ് ആൾക്കാർ കാണിക്കുന്ന ആഭാസത്തരം. അതിനങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞാൽ ആദ്യമായി ഗവൺമെൻറ് ചെയ്യേണ്ടത് അതിന് മുൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് വെള്ളത്തിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും കണക്ഷനായിരിക്കണം. ഇവ രണ്ടും ലഭിച്ചതിന് ശേഷം മാത്രമേ ഒരു വീട്ടിന് നമ്പർ കൊടുക്കാവൂ. എന്നാൽ അതിൽ മറ്റൊന്നുണ്ട്, വീട്ടിൻ്റെ നമ്പർ കിട്ടിയാലേ കണക്ഷൻ കൊടുക്കാമെന്നുള്ള ഒരു പിടിവാശി അത് ഉപേക്ഷിക്കണം. കാരണം ഈ ഒരു വീട്ടിന് നമ്പർ കൊടുക്കുമ്പോൾ അതിനുള്ള അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും ആ വീട്ടിന് ലഭിച്ചിരിക്കണം. എങ്കിലേ അത് ഉപയോഗപ്രദമാകത്തുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ഒരു വീടിന് നമ്പർ കൊടുക്കും. നമ്പർ കൊടുത്താൽ അവർക്ക് മാസങ്ങളോളം കാത്തിരിക്കണം ഇലക്ട്രിസിറ്റിയുടെയും വെള്ളത്തിൻ്റെയും കണക്ഷൻ കിട്ടാൻ. എന്നാൽ നമ്പർ കിട്ടുന്ന നാൾ മുതൽ ഇവർ ടാക്സ് കൊടുക്കണം. അതിന് യാതൊരു എക്സ്ക്യൂസും കിട്ടത്തില്ല. സോ നാം പ്രധാനമായി ചിന്തിക്കേണ്ടത് ഗവൺമെൻറ് എടുക്കേണ്ട ഒരു തീരുമാനം, ഒരു കെട്ടിടം തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ആ മുൻഗണന കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു വീട്ടിന് മറ്റേത് സ്ഥാപനങ്ങൾക്കോ നമ്പർ കൊടുക്കാവൂ. നമ്പർ കിട്ടുന്ന ദിവസം മുതൽ ടാക്സ് എഫക്റ്റ് ആക്കാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾക്ക്
പല അപകടങ്ങളും നേരിടേണ്ടി വരും, പല ജീവനും നഷ്ടപ്പെടും. അർജൻറ്റായി ചെയ്യേണ്ടത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന വളരെ മോശമായ കെട്ടിടങ്ങൾ, ഗവൺമെൻറ് ഓഫീസുകളെല്ലാം കഴിയുന്നതും അടിയന്തരമായി അതിനെ മാറ്റി മറ്റൊരിടത്ത് മാറ്റി സ്ഥാപിക്കുകയാണ് വേണ്ടത്. പണി തീർന്നു കഴിഞ്ഞ കെട്ടിടങ്ങളെല്ലാം ഉടൻ തന്നെ കണക്ഷൻസ് കൊടുത്ത് അതും പ്രയോജനത്തിൽ വരുത്തണം. അതുകൊണ്ട് ആ വകുപ്പ് മന്ത്രിമാർ ഇതിനുവേണ്ടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇത് നമ്മൾ ആദ്യമായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഘോരം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു കോട്ടയത്ത് സംഭവിച്ച സംഭവ വികാസങ്ങളിൽ ഇന്നും അതിൻ്റെ ആ ഒരു പ്രതിധ്വനികൾ കെട്ടിട്ടില്ല. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അർജൻറ്റായിട്ട് പഴയ കെട്ടിടങ്ങളെ മാറ്റുക, പുതിയ കെട്ടിടങ്ങളിലേക്കുള്ള പ്രവർത്തനം ആരംഭിപ്പിക്കുക. ഈ ഏതെങ്കിലും നാണം കെട്ട ഒരു ന്യൂസാണ്. അതായത് മന്ത്രിയുടെ ഡേറ്റ് കിട്ടാത്ത കാരണം കൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ബിൽഡിങ് ഉദ്ഘാടനം ചെയ്യാത്തതെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതിന് മന്ത്രിയുടെയൊക്കെ ആവശ്യമൊന്നുമില്ല. എവിടെയും സഞ്ചാരയോഗ്യമാക്കുന്ന റോഡായിരുന്നാലും പാലമായിരുന്നാലും കെട്ടിടമായിരുന്നാലും വർക്ക് തീർന്നാൽ അതിനങ്ങോട്ട് മാറ്റാം. അതിനൊന്ന് ഘോരഘോരം ഈ കിടന്ന് മാമാങ്കം കാണിച്ച് മന്ത്രിയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. മന്ത്രിക്ക് ഒരുപാട് പണിയുണ്ട്. മന്ത്രിയെ ജോലി ചെയ്യാൻ അനുവദിക്കേണ്ടത്, മന്ത്രി ആയിക്കഴിഞ്ഞാൽ പാർട്ടിക്കാരുടെ പരിപാടിക്കല്ല നടക്കേണ്ടത്. അവരുടെ പ്രവർത്തനം കൂടെ വീക്ഷിക്കണം. അതുപോലെ തന്നെ അവരുടെ ഈ പേഴ്സണൽ സ്റ്റാഫും ആ പേഴ്സണലിപ്പം പത്രങ്ങൾ വായിച്ച് എൻ്റെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കണം, മന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ വെറുതെ അവിടെ ഏതെങ്കിലും ഓഫീസിൽ തീറ്റിപ്പെട്ടാതെ അവരെയും പുറത്തോട്ടിറങ്ങി പബ്ലിക്കിൽ എന്താണ് നടക്കുന്നത്, എന്താണ് ബുദ്ധിമുട്ടുള്ളതെന്ന് അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കാര്യങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. മന്ത്രി ഷോ കേൾക്കണം. കാര്യം അറിയാം, മന്ത്രിസഭ എന്നുള്ളതെല്ലാം വെറും പല സെക്യൂരിറ്റി സേനകളുടെ പ്രതിനിധികളാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക വിഭാഗമാണ്, അവരാണ് ഈ സ്റ്റാഫായിട്ടൊക്കെ വർക്ക്. കാര്യം മുഖ്യമന്ത്രിക്കെതിരായിട്ട് അവിടെ എന്തെങ്കിലും ഗൂഢാലോചന നടത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് അവരെ കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അവർക്ക് മന്ത്രിയൊന്നും വഹിക്കില്ല. മന്ത്രിയോട് ഇവർക്ക് ഒരു അഭികാമ്യമൊന്നും കാണുന്നില്ല. കാരണം അവർ തലപ്പത്ത് നിന്ന് വന്നവരാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ നടക്കുന്ന ഏറ്റവും വൃത്തികെട്ട മോശമായ ഒരു പ്രവണത. ഒരു മന്ത്രിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവർ ഒന്ന് അനങ്ങിയാൽ മതി, അപ്പം തന്നെ മുഖ്യൻ്റെ ഇതിലെത്തും. അത് മുഖ്യം നോക്കും. അയാൾക്ക് ഇഷ്ടം ഉണ്ടാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ആ പരിപാടി അവിടെ വെച്ചങ്ങ് നിർത്തിയേക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു മോശമായ സ്റ്റേജിലാണ് നമ്മുടെ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ചുക്കാൻ പിടിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചുമ്മാ നുണ പറയാൻ അതിനു വേണ്ടി മാത്രം കൊണ്ടുവച്ചേക്കുന്ന ഒരു ഗൂഢസംഘം, അതും മുഖ്യമന്ത്രിയുടെ ഡയറക്ഷൻ നടക്കുന്ന ഈ ഗൂഢസംഘമാണ് ഓരോ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നത്. മന്ത്രിമാർക്കറിയാം. അതുകൊണ്ട് മന്ത്രിമാർ വാ തുറക്കില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ എല്ലാം കുഴപ്പങ്ങൾ. അതുകൊണ്ട് ഈ ഗൂഢസംഘത്തെ ഒന്ന് ഒഴിവാക്കുക. മന്ത്രിമാർക്ക് ഇഷ്ടമുള്ള മന്ത്രിമാരുടെ ഇതിൽ സാധിക്കുന്ന ആൾക്കാർ, ഇനി ഇവരെ ഒന്നും തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കഴിവുട്ട ആൾക്കാർ പേഴ്സണൽ സ്റ്റാഫാക്കി മാറ്റുക. കുറച്ച് ഭരണകാര്യങ്ങൾ മികവ് പുലർത്താൻ പറ്റും. ഇതാണ് നമുക്ക് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.